പലതരത്തിലുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അത് നഗര കേന്ദ്രങ്ങൾ ഉണ്ട്, ഒപ്പം തുറമുഖ നഗരങ്ങളുണ്ട്. തുറമുഖം കേന്ദ്രീകരിച്ച് കറാച്ചിയിൽ ആക്രമണം നടക്കുന്നു. 1971 ശേഷം ആദ്യമായി കറാച്ചിയെ ലക്ഷ്യമിട്ട് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ എന്താണ്? രേണുക, ഇന്ത്യ പ്രത്യാക്രമണം നടത്താനുള്ളൊരു സാഹചര്യം ഒരുക്കി പാകിസ്ഥാൻ എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നു. പാകിസ്ഥാൻ ഡ്രോണുകൾ നൌഷേറയിൽ കണ്ടെത്തി എന്ന വിവരങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അവിടെ പാകിസ്ഥാൻ്റെ ഈ ഡ്രോണുകൾ ആക്രമിക്കേണ്ട സാഹചര്യമുണ്ടായി, ഇന്ത്യക്ക് തടയേണ്ട സാഹചര്യമുണ്ടായി. അതുപോലെ ഡ്രോൺ ജലന്ധറിൽ ഉണ്ടായിരുന്നു, അത് സ്പോട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ അതുകൂടാതെ ജമ്മുവിലേക്കും രാജസ്ഥാനിലെ പല ഭാഗങ്ങളിലേക്കും ഒക്കെ ഈ ഡ്രോണുകൾ വന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ശക്തമായ ഒരു തിരിച്ചടിക്ക് വന്നത്. അതിനു മുമ്പേ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കണ്ടു. ഒപ്പം തന്നെ രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. നേരത്തെ തന്നെ തിരിച്ചടിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ഇന്ത്യക്ക് കൃത്യമായ ഇന്ത്യൻ സർക്കാർ കൃത്യമായ സന്ദേശം സേനാ മേധാവികൾക്ക് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഇസ്ലാമാബാദിലും കറാച്ചിയിലും ലാഹോറിലും ആക്രമണം ഉണ്ടായത്. അവിടുത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കുടുംബ വീടിന് സമീപത്ത് വരെ സ്ഫോടനം നടക്കുന്ന സാഹചര്യമുണ്ടായി. അസിം മുനീർ തടവിലാണെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പുതിയ കരസേനാ മേധാവി വരും എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അസിം മുനീറിനോട് രാജി വയ്ക്കാൻ സഹപ്രവർത്തകർ ആവശ്യപ്പെടുന്നു എന്ന വിവരം ശക്തമായി വരുന്നു. ചെയർമാൻ ഓഫ് ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ജനറൽ ഷാഹിർ ഷംഷാദ് മിർസ അടുത്ത കരസേനാ മേധാവിയാകും എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ക്വറ്റയിൽ ബലൂജ് ലിബറേഷൻ ആർമി ശക്തമായ ആക്രമണം പാകിസ്ഥാനെതിരെ നടത്തുന്നു. ആഭ്യന്തര കലാപത്തിൽ കുടുങ്ങി മനു CNN കൊടുക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ബലൂചിസ്ഥാൻ BLA അറ്റാക്സ് ഗ്യാസ് വെൽസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 100-ലധികം ഗ്യാസ് വെൽസ് ഉള്ള ഇടത്ത് ബലൂചിസ്ഥാൻ ആക്രമണം നടത്തുന്നു എന്ന വാർത്ത ഏറ്റവും ഒടുവിൽ CNN കൊടുക്കുന്നു. അത് ദേരാബക്തി എന്ന ഒരു വാതക സംഭരണ കേന്ദ്രത്തിന് സമീപമാണ് ആക്രമണം നടന്നത്. പൈപ്പ് ലൈനുകൾ, വാതക സംഭരണത്തിൻ്റെ പൈപ്പ് ലൈനുകൾ ആക്രമിച്ചു. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ BLA ആക്രമിച്ചു. മാത്രമല്ല ക്വറ്റയിൽ അവർ പൂർണ്ണമായ ആധിപത്യം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അങ്ങനെ സംഘടിതമായി അവിടെ സൈനിക കേന്ദ്രങ്ങൾക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നേരെ നടന്ന ആക്രമണത്തിൽ ബലൂജ് ലിബറേഷൻ ആർമി വിജയിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ വാതക പൈപ്പ് ലൈൻ അത് തകർത്തിരിക്കുന്നു. ഇത് ബലൂചിസ്ഥാനിൽ ഈ സൈന്യം ഇത് പിടിച്ചെടുക്കുന്നതോടുകൂടി പാകിസ്ഥാൻ്റെ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള വ്യാവസായിക ഇടനാഴി പദ്ധതി വരെ തകരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സാമ്പത്തികമായി പാകിസ്ഥാനെ ഇത് അങ്ങേയറ്റം തകർച്ചയിലേക്ക് നയിക്കും എന്ന് വ്യക്തമാണ്. വാതക പൈപ്പ് ലൈൻ ആണ് പൊട്ടിച്ചിരിക്കുന്നത്, ഒപ്പം സംഭരണ കേന്ദ്രങ്ങളും പൊട്ടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അവിടെ ഉള്ളിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ പാകിസ്ഥാൻ അകത്തു നിന്നുള്ള ആക്രമണം, പുറത്തു നിന്നും, കടലിൽ നിന്നും, കരയിൽ നിന്നും, ആകാശത്തു നിന്നും സംയുക്തമായ ആക്രമണം പാകിസ്ഥാന് നേരിടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആണ് ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു എന്ന സംശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. വിമാനങ്ങൾ പാകിസ്ഥാൻ വിട്ടുപോകുന്നത് ആളുകൾ, പ്രമുഖർ, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ കുടുംബമായി രക്ഷപ്പെടുകയാണോ എന്നതിൻ്റെ സംശയങ്ങൾക്ക് അത് വഴി നൽകുന്നു. ഏതായാലും ആകാശത്ത് തീമഴ പെയ്യുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങൾ INS വിക്രാന്ത് കടലിൽ നിന്ന് അവിടെ നിന്ന് ശക്തമായ പ്രഹരം പാകിസ്ഥാൻ്റെ തുറമുഖങ്ങൾക്ക് നൽകുന്നു. 2 തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2 തുറമുഖങ്ങൾ ആക്രമിക്കപ്പെട്ടു. കറാച്ചിയിലാണ് ഏറ്റവും ശക്തമായ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പാകിസ്ഥാൻ്റെ F-16 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഒരു പൈലറ്റ് പിടിയിലായതിൻ്റെ